ആരാണത്? ഞങ്ങള് കൊറേ ദൂരേന്ന് വരിക. ഇഫക്റ്റും സൗണ്ട് സിസ്റ്റം എല്ലാം കൂടി മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടറുടെ ആ ഒരു എന്താ പറയാ പറയാൻ വാക്കുകളില്ല. 24 വർഷമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങുന്നത് എങ്ങനെയാണ് അതുപോലെ. അറക്കൽ മാധവനുണ്ണി എന്ന് പറഞ്ഞാ അറിയുവോ? എന്താ പറയാ 24 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പടമാണെന്ന് പറയില്ല. ക്ലാരിറ്റിയാ പക്ക. എങ്ങോട്ടാ? ആരക്കണ? മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടമാണ് വലിയേട്ടൻ. അത് 4K ഇത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. ഇവിടുത്തെ SI അംഗത്തിന്റെ അമ്മായി അകത്ത് ഇരട്ട പറ്റി കിടക്കാണെന്ന് കേട്ടു. ഒന്ന് കാണണം. കുട്ടികൾക്ക് ഓരോ പൊന്നരഞ്ഞാണം കൊടുക്കണം. എന്തേ അടിപൊളി എക്സ്പീരിയൻസ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K റീമാസ്റ്ററിംഗ് എന്ന് പറയുന്ന സാധനം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എഴുതിക്കാടുപ്പും കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. അത് ബൈച്ചേട്ടൻ സമ്മതിച്ചെടുത്തേ. തെക്കിൻകരയിലെ കളപ്പുരയിൽ ഒരുത്തിയെ പാർപ്പിച്ചിട്ടുണ്ടല്ലോ, അത് കോമൺ പ്രോപ്പർട്ടി ആണോ അതോ മാധവനുണ്ണിയുടെ? 4 വർഷം കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ഇപ്പോഴും കാണാൻ കിടിലം അടിപൊളി ഭയങ്കര എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ കണ്ടത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പടമല്ല, പക്ഷെ ഇതിലെ ഓരോ സീനും നമ്മൾ എനിച്ചിന്ന് കൈയടിച്ചു. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ആരാണെന്ന്? നോക്ക്, ഞാനത് അറക്കിൽ മാധവനുണ്ണി. ആയാലും എല്ലാം കൊള്ളാം. നല്ല നമുക്ക് ആ ഒരു വൈബുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഈ സിനിമ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ അതിന്റെ ഒരു പുതിയ സിനിമ കാണാൻ അത്രയുണ്ട്. പക്ഷെ ഇപ്പം വീണ്ടും തിയേറ്ററിൽ എത്തുമ്പോൾ 4K കാണുമ്പോൾ 4K അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ താനീ നാട്ടിലൊരു മാടമ്പിയാ, പോലീസുകാരെ തല്ലാൻ മാത്രം ഗഡ്സുള്ളൊരു തമ്പുരാൻ ലൈനാ. പക്ഷേ അത് നമുക്കൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഇങ്ങനെ ഒരു നമ്മൾ വീണ്ടും കാണാൻ പറ്റും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. സൂപ്പറായിട്ട്. പക്ഷെ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിന്റെ പവർ, മമ്മൂക്ക, ഷാജി കൈലാസ് എല്ലാവരും അടിപൊളി. എല്ലാം കൈവെക്കുമ്പോ തോളിലെ നക്ഷത്രത്തിന്റെ കണക്കോ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയോ ഞാൻ നോക്കാറുണ്ട്. അതാ ശീലം. അന്ന് എനിക്ക് കാണണമെന്നുണ്ടായിരുന്ന ഇന്ന് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു രോമാഞ്ചം തന്നെ. ഇപ്പോഴത്തെ പറയുമ്പോഴേ രോമാഞ്ചം വരും. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമല്ലേ വലിയേട്ടൻ. എന്താ പറയാ, ഷാജി കൈലാസ് രഞ്ജിത്തും കൂടെ അണിയിച്ചൊരുക്കിയ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പക്ക മാസ സാധനം. കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് ഇതിനപ്പുറം കടന്നാൽ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാം. എനിക്ക് പേഴ്സണലി ഒരു ഓണർ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം. ഈ ഒരു പടം കാണാൻ ഈ സ്ക്രീൻ മണത്തിന് ഏകദേശം 300 സീറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഹൗസ്ഫുൾ ആയിരുന്നു പടം. നീ പോമോനെ ദിനേശ, ഇത് സ്ഥലം മഹാലമ്പ. ഞാൻ അനുകരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക്, ഈ സെയിം സാധനം. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. മറന്നു പോകരുത്.